ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നത്തെയും പോലെ ഇന്നും അടിപൊളി ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത്. കാർക്കൂന്തലൊക്കെ ഇങ്ങോട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. ഇന്നും ഞാൻ എൻ്റെ കാർക്കൂന്തലുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഓരോന്നൊക്കെ ചെയ്ത് നമ്മുടെ കാർക്കൂന്തലൊക്കെ ഒന്ന് കിളിർപ്പിക്കാനും മിനുസമാക്കാനും ഒക്കെ നോക്കാം. അപ്പോൾ ഇന്നും നമുക്ക് രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി. നമ്മുടെ കാർക്കൂന്തലിന് 3 ഐറ്റം വേണം. അപ്പോഴേ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. നമുക്ക് ചോറുണ്ടല്ലോ, നമ്മുടെ തലേ ദിവസത്തെ ചോറാണ് ഞാൻ എടുക്കുന്നത്. അതാകുമ്പം ആറിയ ചോറാണല്ലോ, നമ്മൾ ചൂട് ചോറ് എടുക്കരുത്. മുടിയിലൊക്കെ ഇടാനുള്ളതാണല്ലോ, കാർക്കൂന്തലിൽ ഇടാനുള്ളതാണല്ലോ. അതുകൊണ്ട് നമുക്ക് തലേന്നത്തെ ചോറെടുത്താൽ മതി. അതിനകത്ത് നമുക്ക് പച്ചവെള്ളം അല്ല, ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചാണ് അത് നന്നായിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ. സുജാത ചേച്ചിയുടെ കൊച്ചുമോളെയും കൊണ്ട് ഞാനത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. അരച്ചെടുത്തതാണ് ഇത് നമ്മുടെ ചോറ്. നിങ്ങളൊക്കെ ചോറൊക്കെ മുടിയിലൊക്കെ ഇടാറുണ്ടോ? അടിപൊളിയാണ്. സുപ്പുവിൻ്റെ മുടി കുറച്ചേ ഉള്ളത് കൊണ്ട് അത് അത്ര രസമൊന്നും കാണത്തില്ല ഉണങ്ങിയൊക്കെ വരുമ്പോൾ. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും മുടിയൊക്കെ ഒരുപാടുള്ളവരാണ്. ഞാൻ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, എല്ലാവരുടെയും മുടിയൊക്കെ കാണിച്ച് കൊതിപ്പിക്കുന്ന കേട്ടോ ഞാൻ കാണുന്നുണ്ട്. അപ്പോഴേ എൻ്റെ മുടിയെക്കാട്ടിലും നിങ്ങളുടെ മുടിയിലിട്ടാലായിരിക്കും അതിൻ്റെ ഭംഗിയും കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല സ്മൂത്തായിട്ട് കിടക്കും നമ്മുടെ മുടിയൊക്കെ. കുറച്ച് മുടിയുള്ളൂ, ഞാനിതൊക്കെ ഇട്ടങ്ങ് ആസ്വദിക്കും. എനിക്ക് കുറച്ച് മുടിയുള്ളെങ്കിലും ഞാനിത് ഓരോന്നോരോന്ന് ചെയ്തങ്ങ് നമുക്ക് ഒരിത് ഇഷ്ടം കാണുമല്ലോ. നമ്മുടെ കുറച്ചാണേലും ഒത്തിരി മുടിയാണേലും നമുക്ക് അതിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നുമല്ലോ. അതുകൊണ്ടാട്ടോ കുറച്ചുള്ളവർക്കും കൂടുതലായിട്ടൊക്കെ മുടിയുള്ളവർക്കും നല്ല ഭംഗിയായിരിക്കും മുടി. ഇതിട്ട് കഴിഞ്ഞ് നമ്മൾ ഉണക്കിയൊക്കെ എടുത്താൽ നല്ല സൂപ്പറായിരിക്കും, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഏത് എണ്ണയാണ്, ഞാനിപ്പം ഇവിടെ ചെയ്യുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഇടാറുള്ളത്. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തോ? മുടിയുള്ള ചേച്ചിമാരൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ മുടിയൊക്കെ നല്ല സൂപ്പറായിട്ട് കിടുവായിട്ട് കിടന്നു കേട്ടോ. മുടി വളർച്ചയ്ക്കും ഒക്കെ ചോറ് നല്ലതാണ്. പണ്ടൊന്നും നമുക്ക് ഇതൊന്നും അറിയാതെ പോയി. അതിൻ്റെയൊക്കെ ഒരു കുറവുണ്ട് എനിക്ക് കേട്ടോ. ഇപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞ് വരുന്നത്. നമുക്ക് അങ്ങനെയാണല്ലോ, പിന്നെ ബുദ്ധിയൊന്നും നല്ലതായിട്ടൊന്നും നമുക്ക് ഉറക്കത്തില്ല. ഇപ്പോൾ ഇച്ചിരി ബുദ്ധിയൊക്കെ ഉറച്ച് വരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. കിടു റിസൾട്ടാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്നെ മുടിയൊക്കെ കാണിക്കുമോ? വീഡിയോ ഒക്കെ ചെയ്ത് എന്തുവാ പൂച്ചേ? കൊച്ചു പിള്ളേർ ആയിരുന്നേൻ്റെ കേട്ടോ പൂച്ചയാണെന്ന് കരയുന്നത്. നിങ്ങൾ ഇതേപോലെയൊക്കെ ചെയ്തിട്ട് എനിക്ക് നിങ്ങളുടെ മുടിയൊക്കെ ഒന്ന് വീഡിയോയ്ക്കകത്തോട്ടൊന്ന് കാണിച്ചു തരണം കേട്ടോ. വീഡിയോ ഒക്കെ ചെയ്യുന്ന ചേച്ചിമാർക്ക് ഒത്തിരി ചേച്ചിമാരുണ്ട് മുടിയുള്ളത്. അവർക്കൊക്കെ നല്ല ഭംഗി. പേരെടുത്ത് പറയുന്നില്ല, പിന്നെ പിണക്കോ. ഒരാളുടെ പേര് പറഞ്ഞാൽ അടുത്ത ആൾക്ക് പിണക്കോ. അതുകൊണ്ടാ സുപ്പു ആരുടെയും പേര് പറഞ്ഞു ഒന്നും ഞാൻ പറയാത്തത് കേട്ടോ. എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഒരാളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര വിഷമം. എന്നാലും അവൾ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ അറിയാവുന്ന ഒത്തിരി ചേച്ചിമാരുണ്ട് കേട്ടോ. എല്ലാവരോടും ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഇത് എന്നിട്ട് ഒരു ചേച്ചി ചെയ്ത് കാണിച്ചു. ഞാൻ ചെയ്ത ടിപ്പ് തന്നെ ചേച്ചി ചെയ്ത് കാണിച്ചു. അടിപൊളിയാണ്. ചേച്ചിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നു. ചേച്ചിയും എൻ്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊന്നും സാരമില്ല. നമ്മൾ പേരെടുത്ത് പറയുമ്പോഴാണ് നമുക്ക് അവരോട് സ്നേഹക്കുറവോ ഒക്കെ നമുക്ക് തോന്നുന്നതായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നത്. അത് വേണ്ട കേട്ടോ. എന്തായാലും നിങ്ങൾ മുടിയുള്ള ചേച്ചി നിങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം. കിടു റിസൾട്ടാണ്. ഇതേ സുപ്പും ഇത് പുരട്ടുന്നുണ്ട്. നമുക്കൊരു അരമണിക്കൂറൊക്കെ നിന്നാൽ മതി ഇതിട്ട് കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ നിന്നിട്ട് നമ്മൾ ഷാമ്പൂ ഒന്നും ഇട്ട് നമ്മൾ മുടി കഴുകരുത്. അല്ലാതെ നമ്മൾ മുടി കഴുകിയാൽ മതി കേട്ടോ. നല്ല സൂപ്പറായിട്ടിരിക്കും. ആദ്യം നമുക്ക് നമ്മുടെ സ്കാൽപ്പിലോട്ടൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് നമ്മുടെ മുടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കഞ്ഞിവെള്ളത്തിലാണ് ഇവിടെ ചോറ് അരച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ പച്ചവെള്ളത്തിലല്ല, കഞ്ഞിവെള്ളത്തിലാണ്. കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടും. പച്ചവെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിക്കുന്നത് തന്നെ. കഞ്ഞിവെള്ളം ഇന്നലെയാണോ നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെത് ഓർക്കുന്നില്ല കേട്ടോ. അരണയുടെ സ്വഭാവമാണ്. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ.
തലേന്ന് ഇച്ചിരി ചോറെടുത്ത് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ അങ്ങ് ഇട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത് നമുക്ക് രാവിലെ അതെടുത്തങ്ങ് നമുക്കങ്ങ് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ എല്ലാം കാണുന്നുണ്ടോ? ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് തേച്ചിട്ട് പിന്നെ നമുക്ക് മുടിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ എന്തിൻ്റെ പാർലറിലൊക്കെ പോയി മുടിയൊക്കെ ഓരോ സൂത്രപ്പണികൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് നമുക്ക് നമ്മുടെ മുടിയൊക്കെ സുന്ദരമാക്കാം അല്ലേ? ഇങ്ങനെ അങ്ങോട്ട് പരട്ടിക്കുക. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മുടിയുള്ളവർക്കാണെങ്കിലും നല്ലതാണ്, ഒത്തിരി മുടിയുള്ളവർക്കും നല്ലതാണ്. പാരച്യൂട്ടെങ്കിൽ പാരച്യൂട്ട്, നമ്മളല്ലാതെ നമ്മൾ ആട്ടി പിടിച്ചെണ്ണയൊക്കെ അതായാലും കുഴപ്പമില്ല കേട്ടോ. പാരച്യൂട്ടെങ്കിൽ പാരച്യൂട്ട്, ഏത് വേണേലും നമുക്ക് ഈ നമ്മുടെ ചോറിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ചെയ്തിട്ട് മുടിയൊക്കെ റിസൾട്ടൊക്കെ കിട്ടുമ്പോൾ ഈ സുപ്പുവിനെ അറിയിക്കും നിങ്ങൾ. എൻ്റെ ഫോൺ നമ്പർ എല്ലാവരുടെയും കയ്യിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, സുപ്പുവിനെ ഇവരെ അറിയിച്ചേക്കണം കേട്ടോ. ഞാൻ നിങ്ങളുടെ ഈ റിസൾട്ടൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ്, കമൻറ്റിനായിട്ടും റിസൾട്ടിനായിട്ടും ഒക്കെ ഇവിടെ കാത്തിരിക്കുക കേട്ടോ. ഉറക്കമുളച്ച് കാത്തിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റിനായിട്ട് ഈ സുപ്പു, പാവ സുപ്പു കാത്തിരിക്കുകയാണ്. ചടപടാന്നും പറഞ്ഞങ്ങ് വീഴുന്നു. ഒരു 2 സ്പൂൺ, എനിക്ക് ഒരു 2-3 സ്പൂണ് വേണം. ഇങ്ങനെ ഫുള്ള് നമുക്ക് 2-3 സ്പൂണ്. ഒത്തിരി അങ്ങ് വെള്ളമൊക്കെ നമ്മൾ ഒഴിക്കരുത് കേട്ടോ. ഒലിച്ചിറങ്ങരുത്. ആ ഒരു പരുവത്തിൽ നമ്മുടെ മുടിയിൽ തന്നെ ഇരിക്കണം. ഒത്തിരി അങ്ങ് വെള്ളം ഒഴിച്ച് നമ്മൾ വെള്ളമല്ല കഞ്ഞിവെള്ളം ഒഴിച്ച് നമ്മൾ അരച്ച് കഴിഞ്ഞാൽ ഒഴുകി പോവും കേട്ടോ. ഇതിങ്ങനെ നമ്മൾ എണ്ണയൊക്കെ ചെയ്യത്തില്ലേ, അതുമാതിരി എണ്ണ നമുക്ക് മുടി കളറൊക്കെ ചെയ്യണം കേട്ടോ. കറുപ്പിക്കാൻ ഒത്തിരി ദിവസമായി ഞാൻ ചെയ്തിട്ട്. നാളെ അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതേ അരണവാല് പോലൊന്നും കിടക്കല്ല. ഇപ്പം എനിക്ക് മുടിക്ക് ഇതൊക്കെ കട്ടിയൊക്കെ ആയി തുടങ്ങിയേട്ടോ. അരണവാലല്ല, ഇങ്ങനെ പിടിച്ചേക്കുന്നുണ്ട് അരണവാല് പോലെ വന്നതാട്ടോ. പിടിച്ച് നീട്ടിയ നീളമുണ്ട് കൂട്ടുകാരെ. പക്ഷേ ഇത് ചുരുണ്ട് നമ്മുടെ പേളിമാണി ഉണ്ടല്ലോ, പേളിയുടെ മുടി പോലെ അങ്ങ് കയറിപ്പോവും. അത്ര സ്പ്രിങ് അല്ല എൻ്റേത്, എന്നാലും അതിച്ച് കഷ്ടമാണ് ആ കൊച്ചു മെയിൻ്റെനൻസ് ചെയ്ത് പോകുന്നത് അല്ലേ. ഇനി ഇത് നമുക്ക് ഈ കവറൊക്കെ ചെയ്ത് വെക്കാമല്ലോ. അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ ഒരു കുഴപ്പം. ഈച്ചയൊന്നും അടിക്കത്തില്ല, കൊതുകൊന്നും അടിക്കത്തില്ല കേട്ടോ. ഈച്ചയും കൊതുകൊന്നും അടിക്കാതെ നിങ്ങളെ സൂക്ഷിച്ചോളാം, നിങ്ങളുടെ മുടിയും തലയൊക്കെ കേട്ടോ. ഇതിങ്ങനെ അങ്ങ് തേച്ച് നമുക്കങ്ങ് പിടിപ്പിക്കാം. അവിടെ ഇരിക്കട്ടെ. ഈ തൊപ്പി വെച്ച മാതിരി ആയിപ്പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണേ. ഞാൻ കൈയൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. കൈ കഴുകിയിട്ട് വന്നിരുന്ന് വർത്താനം പറയാം നമുക്ക് ഇച്ചിരി നേരം കേട്ടോ. ഞാൻ കൈ കഴുകിയിട്ട് വരട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും എൻ്റെ കൈയിട്ട് വരാം കേട്ടോ. അപ്പോൾ കൈയൊക്കെ കഴുകിയിട്ട് നമ്മൾ വന്ന് കേട്ടോ. ഇത് സൂപ്പറാണ്, കിടുവാണ് കേട്ടോ. ഇത് ചെയ്തിട്ട് നിങ്ങളെ മുടിയൊക്കെ ഒന്ന് നോക്കിക്കോണം, എന്ത് ഭംഗി കിടക്കുമെന്നറിയാം. എൻ്റെ മുടി ഇച്ചിരി ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കണേ കൂട്ടുകാർ. എന്നാലും നല്ല ഭംഗിയാവും. നല്ലതായിട്ട് നമ്മൾ ഉണക്കണം. ഇത് നമ്മൾ തേച്ചിട്ട് അരമണിക്കൂർ നിന്നിട്ട് നല്ല പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് ഉണക്കണം. ഉണക്കുമ്പോഴാണ് ഈ മുടിക്ക് നല്ല രസം തോന്നുന്നത് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് നല്ല ഗ്ലേസിങ് ഒക്കെ ഉണ്ടാവും കേട്ടോ മുടിക്ക്. നീളമുള്ള മുടിയൊക്കെ നല്ല ഭംഗിയായിരിക്കും. കൊതിയാവും ഇച്ചിരി മുടിക്ക്. ഈ മുടിയില്ലാത്തവർക്ക് ഭയങ്കര കൊതിയാണ് കൂട്ടുകാരെ കേട്ടോ. നമുക്കിച്ചിരി മുടിയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ കാണിച്ചാൽ ഇച്ചിരി മുടി വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ ഒരാളുടെ സഹായം വേണം എനിക്ക്.
ഇച്ചിരി മുടിയൊക്കെയുള്ള വേറൊരാൾ കെട്ടി മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് കാണിക്കും. ഞാൻ ഇവിടെ എൻ്റെ മോളുടെ മുടിക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ വീഡിയോക്കകത്തൊക്കെ കാണത്തില്ല, അതുമാതിരിയൊക്കെ ഞാൻ കെട്ടി കാണിക്കും കേട്ടോ. അത് നല്ല രസമാണ്. ഇച്ചിരി മുടിയുള്ളവർക്ക് ചെയ്യാം. അങ്ങനെ എന്തുമാത്രം എന്താ കാറ്റടിക്കുന്ന മൊബൈലൊക്കെ ഇരുന്ന് ഇച്ചിരി മുടിയുള്ളവർക്ക് നല്ല രസമില്ലേ ഓരോന്ന് ചെയ്യാൻ, നല്ല ഭംഗിയായിട്ട് നമുക്ക് കേട്ടോ. ചെറിയ സ്ലൈഡ് വെച്ചൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് സുഫുവിനെ വിവരം അറിയിക്കണം. എൻ്റെ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി, വാട്സപ്പ് നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ എല്ലാവരും. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ ഇരിക്കും. എന്നിട്ടങ്ങ് കഴുകും, നന്നായിട്ട് കഴുകി ഉണക്കി നമ്മളങ്ങ് വെക്കും കേട്ടോ. ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ചെയ്തു കൊടുക്കണം. അവർക്ക് ചെയ്തു കൊടുക്കണം ചേട്ടാ. ആ ഭംഗിയൊന്ന് ആസ്വദിക്കുക. ഒത്തിരി മുടിയുള്ള പെൺമക്കളുള്ള അമ്മമാരുണ്ട് എനിക്ക് കൂട്ടായിട്ട്. അവരൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിവിടെ എൻ്റെ മോളെ പിടിച്ചിട്ട് പലതും ചെയ്യാറുണ്ട്. പക്ഷെ അവളിവിടെ ഇരിക്കുന്നില്ലല്ലോ. അങ്ങനെ ജോലിക്ക് പോകുന്നുണ്ട്. ഞായറാഴ്ച ഒരു ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ പരീക്ഷണങ്ങളൊന്നും അപ്പോഴും നടക്കത്തില്ല. അവളുടെ പരീക്ഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അവളുടേതായിട്ടുള്ള എന്താ വേറൊന്നും ചെയ്യത്തില്ല. അവളും ചെമ്പരത്തി താളി അതൊക്കെ തേക്കത്തില്ല കേട്ടോ, വേറൊന്നുമില്ല. അപ്പോൾ അവളുടെ ചെമ്പരത്തി താളി തേക്കുമോ, എൻ്റെ പരീക്ഷണങ്ങൾ അവിടെ നടക്കൂ. ഞായറാഴ്ച ഒരു ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്നാലും മുടി കെട്ടിയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എനിക്കിഷ്ടം അത് കാണാനും. മുടി ഒത്തിരി മുടി ഉള്ളതുകൊണ്ട് മുടിയെല്ലാം പൊഴിഞ്ഞു. മോടെ മുടി ഒത്തിരി മുടിയുണ്ടായിരുന്നു, ഒത്തിരി മുടിയുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം പൊഴിഞ്ഞു, കണ്ണ് വീട്ടു. സ്കൂളിലെ ആനിവേഴ്സറിയുടെ അന്ന് ആള് ഫ്രണ്ടിൽ അങ്ങോട്ട് നിന്നു. എന്നിട്ട് മുടി അഴിച്ചിട്ടിട്ട് ഒരു ഡാൻസ് കളിച്ചു. ഞാൻ ഇത് കാണാൻ പോയി, അമ്മമാരൊക്കെ കാണാൻ പോകുമല്ലോ. ചെന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഈ മുടി പോക്കാണേ നീ മുടി കെട്ടിവെക്കുക. കേട്ടില്ല. ഒത്തിരി മുടിയുണ്ടായിരുന്നു, ഇവിടെ വരെ മുടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും നല്ല ഭംഗിയായിരുന്നു. ഒത്തിരി നല്ല ഇങ്ങനെ പിടിച്ചാൽ അടുക്കാത്ത രീതിയിൽ മുടിയുണ്ടായിരുന്നു. അപ്പോഴേ ഈ പിള്ളേരെല്ലാം കൂടെ ഒരേപോലെ മുടി അഴിച്ചിട്ടിട്ടായിരുന്നു. ഇവളുടെ മോടെ കൂടെ ഒരു കൂട്ടുകാരി, അവൾക്ക് ഒത്തിരി മുടിയുണ്ടായിരുന്നേ. എല്ലാവരും അങ്ങോട്ട് അഴിച്ചിട്ട് അങ്ങോട്ട് ഡാൻസ് കളിച്ച് ഇവളായിരുന്നു ഫ്രണ്ടിൽ. അതോടുകൂടി ആ മുടി പോയി. ഇപ്പം എന്തേ ഭയങ്കര സങ്കടം, കരച്ചില്ല. ആ ഒരു ദിവസം തന്നെ ആ മുടിക്ക് എത്ര ഉമ്മ കൊടുക്കുമായിരുന്നെന്ന് അറിയാമോ. ഇപ്പോൾ അത് ഞാൻ കാണുന്നില്ല. ആ ഉമ്മ കൊടുപ്പ് ഞാനിപ്പം കാണുന്നില്ല. പക്ഷെ ഭയങ്കര സങ്കടം ആ മുടി പോയതിൽ. ഒരുപാട് മുടി ഉണ്ടായിരുന്നു. പിടിച്ചാൽ ഇങ്ങനെ പിടി കിട്ടാത്ത രീതിയിൽ മുടി ഉണ്ടായിരുന്നു. എല്ലാം പോയി. എന്നാലും കുറച്ചുണ്ട് ഇപ്പം. അതൊക്കെ ഇനി ശരിയാക്കി. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മുടി ഒന്ന് നല്ലതാക്കണോ എന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ആലോചിക്കുന്നേ ഉള്ളൂ, നടപ്പിലൊന്നും ആയില്ല. അന്നേരം ഞാൻ കാണിക്കാം കേട്ടോ. അവരൊന്നും വീഡിയോയ്ക്കകത്ത് വരത്തില്ല കൂട്ടുകാരെ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആരും ഇല്ലല്ലോ ഇവിടെ. മോളങ്ങ് ജോലിക്ക് പോകും, മോന് ഇവിടെ ഇല്ല. അപ്പോൾ പിന്നെ ആരാ, നമ്മുടെ അണ്ണൻ ഇവിടെ നിന്നെങ്കിലുമൊക്കെ വരും. ഞാൻ എടുക്കുന്ന സമയത്ത് ഇവിടെ ആരുമേ ഇല്ല. നമ്മുടെ സരസ് മാത്രം കാണും. സരസ് ചിലപ്പം കിടക്കുകയായിരിക്കും. ആ സമയത്തല്ലേ ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ആരെയും കാണാത്തത് കേട്ടോ. അപ്പോഴേ ഇതെല്ലാവരും ചെയ്ത് നോക്കാൻ കേട്ടോ. നല്ല തണുപ്പാണ് തലയിൽ. അരമണിക്കൂർ നിന്നാൽ മതി. ഒത്തിരി സമയം ഒന്നും നിൽക്കേണ്ട, അരമണിക്കൂർ നിന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് ടിപ്പ്, ഇതൊക്കെ കുഞ്ഞു ടിപ്പുകളാണ് സുപ്പുവിൻ്റെ. ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് നിങ്ങൾ ചെയ്യണം. ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്ത് നോക്കിക്കോളൂ. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ, എന്നിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയും എന്നെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സുപ്പുവിനെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെയും കുഞ്ഞു ടിപ്പൊക്കെ ആയിട്ട് സുപ്പ് വരാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും